ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഒരു പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഈസ് ഇലക്ട്രിസിറ്റി. അപ്പോൾ നിങ്ങൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. സോ വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി? എന്താണ് ഇലക്ട്രിസിറ്റി? നമുക്ക് എങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ദ ടേം ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ടേം എങ്ങനെ വന്നു, എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമുക്കത് നോക്കാം. ഓക്കെ, സോ ഇലക്ട്രിസിറ്റി എന്ന ടേമിൽ നമ്മൾ ആദ്യം അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ സബാറ്റോമിക് പാർട്ടിക്കിൾസ്. എന്താണ് ഈ സബാറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അല്ലെ. നമ്മുടെ ആറ്റത്തിനുള്ളിൽ ഏതോ കാര്യങ്ങളുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂട്രോൺസ് ഉണ്ട് ആണല്ലോ. ഇതിൽ നിന്നാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന ടേമിലേക്ക് നമ്മൾ എത്തുന്നത്. സോ നോക്കാം നമുക്ക് വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി. സി, നിങ്ങൾക്ക് ഇവിടെ ഒരു പിക്ചർ കാണാൻ സാധിക്കും അല്ലേ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക? നമുക്ക് ഇവിടെ ഒരു ബൾബ് ഉണ്ട് അല്ലേ, ആൻഡ് വി ഹാവ് എ ബാറ്ററി. അപ്പോൾ ഒരു ബൾബും ബാറ്ററിയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഈ ബാറ്ററിയിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, എങ്ങനെയാണ് ഇതിന്റെ ഫ്ലോ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സി, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ബാറ്ററിയിൽ 2 ടെർമിനൽ ഉണ്ട്. ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് പോസിറ്റീവ് ടെർമിനൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ. എന്തിനായിരിക്കാം ഈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുത്തിരിക്കുന്നത്? വി ഹാവ് 2 ടെർമിനൽസ് അല്ലേ. എന്നാൽ ഈ ബാറ്ററിക്ക് ഉണ്ടോ അങ്ങനെ ഒരു ടെർമിനൽ? ഇല്ല, 2 ടെർമിനൽ ഇല്ല അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് ബാറ്ററിക്ക് ഇങ്ങനെ 2 ടെർമിനൽ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് പഠിക്കും. സോ ശ്രദ്ധിച്ചിരിക്കുക, വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നോക്കുക, ഇലക്ട്രിക് കറണ്ട്. വാട്ട് യു മീൻ ബൈ ഇലക്ട്രിക് കറണ്ട്? എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്? ഇലക്ട്രിക് കറണ്ടും നമ്മുടെ ഇലക്ട്രിസിറ്റിയും തമ്മിൽ എന്താണ് ബന്ധം? ഓക്കെ, അപ്പോൾ ദ ഇലക്ട്രിക് കറണ്ട്, ദ ടേം ഇലക്ട്രിക് കറണ്ട് ഓർ ദ കറണ്ട്. വാട്ട് ഇസ് കറണ്ട് ആക്ച്വലി? കറണ്ട് മീൻസ് നമ്മുടെ ഇലക്ട്രിസിറ്റി നമ്മൾ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ വാട്ട് ഇസ് ഇലക്ട്രിക് കറണ്ട്? ഇറ്റ് ഇസ് സിംപ്ലി ജസ്റ്റ് വി ക്യാൻ സേ ദാറ്റ് ഇലക്ട്രോൺസ് അഥവാ ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ, ഓക്കെ, ഇലക്ട്രോൺ ഓർ പ്രോട്ടോൺ, നമുക്ക് പറയാൻ സാധിക്കും. ഇവരുടെ ഫ്ലോയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ ഇലക്ട്രോൺസ് അഥവാ പ്രോട്ടോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അഥവാ അവർ ഒഴുകുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ഉണ്ടെന്ന് പറയാൻ സാധിക്കും? ഇലക്ട്രിക് കറണ്ട് ഉണ്ടെന്ന് പറയാൻ സാധിക്കും. സോ അതിന്റെ ഫ്ലോ എവിടെ നിന്ന് എവിടേക്കായിരിക്കും? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുമല്ലോ അല്ലെ. സോ വാട്ട് ഇസ് ഇലക്ട്രിക് കറണ്ട്? നമുക്ക് നോക്കാം. ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്. വാട്ട് ഇസ് ഇലക്ട്രിക് ചാർജസ്? ദ പ്രോട്ടോൺ ഓർ ദ ഇലക്ട്രോൺ. Okay, the flow of electric charges is known as electric current. Okay, so the flow of electric charges is known as electric current. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു വയറിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ വയറിലൂടെ പ്രോട്ടോൺ അഥവാ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ആ പ്രോട്ടോൺസ് ഓർ ഇലക്ട്രോൺസ് ജസ്റ്റ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അവർ റെസ്റ്റിലാണെങ്കിൽ അവിടെ ഇലക്ട്രിക് കറണ്ട് ഉണ്ടായിരിക്കുമോ? If the proton or the neutron, അല്ലെങ്കിൽ the electron അവരവിടെ ഉണ്ട്, നമ്മുടെ വയറിന് ഉള്ളിലുണ്ട്, പക്ഷേ അവരുടെ ഫ്ലോ നടക്കുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ ഇലക്ട്രിക് കറണ്ട് ഉണ്ടെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. ഓക്കെ, സോ there must be a flow. അതവിടെ എന്തുണ്ടായിരിക്കണം? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഇവർ എന്ത് ചെയ്യണം? ഫ്ലോ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ? ഇലക്ട്രിക് കറണ്ട് ഉണ്ടെന്ന് പറയാൻ സാധിക്കുള്ളൂ. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ നോക്കുക, നമ്മൾ എന്തിനാണ് ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ ഈ ബാറ്ററി എന്ന് പറയുന്ന ഒരു കോമ്പണന്റ് നമ്മൾ എക്സേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവിടെ ബാറ്ററി യൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ എന്തിനായിരിക്കാം നമ്മൾ ബാറ്ററി യൂസ് ചെയ്യുന്നത്? ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ബൾബ് നമുക്ക് ഗ്ലോ ചെയ്യും അല്ലെ. ഈ ബൾബ് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും. സോ വൈ നമ്മൾ എന്തിനാണ് ബാറ്ററി ഉപയോഗിക്കുന്നത്? ദാറ്റ് മീൻസ് ദ ചാർജസ്, നമുക്ക് ആവശ്യമുള്ള ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആക്കുന്ന ആരാണ്? ദീസ് ബാറ്ററി. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഓൾവേസ്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കുന്ന കാര്യം ഇതാണ്. വി ഹാവ് എ 2 ടെർമിനൽ, ദാറ്റ് ഇസ് എ പോസിറ്റീവ് ടെർമിനൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ. നമ്മുടെ ഇലക്ട്രിക് കറണ്ട് ഓൾവേസ് ഫ്ലോ ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ. എങ്ങനെയാണ്? പോസിറ്റീവ് ടെർമിനൽ നിന്ന് നമ്മുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് ആയിരിക്കും എന്ത് പോവുക? ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ടായിരിക്കുക. ഇലക്ട്രോൺസിന്റെ കറന്റ് ഫ്ലോ എങ്ങനെയായിരിക്കും? ദ കറന്റ് ഫ്ലോ വിൽ ബി ലൈക്ക് ദിസ്.
ഓക്കെ, കറണ്ട് എങ്ങനെയാ ഫ്ലോ ചെയ്യുക? ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു ദ നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ആരോ വെച്ച് നമുക്ക് കാണാൻ സാധിക്കും. സോ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നമ്മുടെ ഇലക്ട്രോൺസ് ഇങ്ങനെ വരുന്നു, ക്യാരി ചെയ്യുന്നു, ആൻഡ് ഇവിടെ നമ്മുടെ ബൾബ് കത്തുന്നു, തിരിച്ച് നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തുന്നു. ഇങ്ങനെയുള്ള ഫ്ലോയ്ക്ക് നമുക്ക് എന്ത് പറയും? ദിസ് ഇസ് നോൺ ആസ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, ഇത് നമ്മൾ പറയുന്ന പേരാണ് എന്താ? ഇലക്ട്രിക് കറണ്ട്. മറന്നു പോകരുത്. ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ്, ഇപ്പൊ തന്നെ പഠിക്കുക. ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇസ് നോൺ ആസ് ഇലക്ട്രിക് കറണ്ട്. വാട്ട് ഇസ് ചാർജ്? ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോൺസ് ആകാം, പ്രോട്ടോൺസ് ആകാം, എനിത്തിങ്. ഓക്കെ, സോ അതിന്റെ ഫ്ലോയ്ക്ക് പറയുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, സോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ, നമ്മൾ എപ്പോഴും ഇലക്ട്രിക് കറണ്ട് എന്ന് നമ്മൾ പറയുമെങ്കിലും നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ദാറ്റ് ഈസ് ഐ. ഓക്കെ, ദാറ്റ് ഈസ് ഐ. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതായിരിക്കും? ദാറ്റ് ഈസ് ദ ക്യാപിറ്റൽ ലെറ്റർ ഐ. ഓക്കെ, സോ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? നമുക്ക് നോക്കാം. ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് ആംപിയർ. ഓക്കെ, ഇറ്റ് ഇസ് ഡിനോട്ട് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ എ. നമ്മൾ 2 ആംപിയർ 3 ആംപിയർ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്തിനാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്? ഇലക്ട്രിക് കറണ്ടിനെയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു വയറിലൂടെ നമ്മൾ പറഞ്ഞു ഈ കറണ്ട് ഫ്ലോ ചെയ്യുകയാണെന്നല്ലേ? എങ്ങനെയാണ് ഈ ഫ്ലോ ഉണ്ടായിരിക്കുന്നത്? നമുക്ക് നോക്കാം. ഓക്കെ, സി ഇലക്ട്രിക് കറണ്ട്. The flow of charge particles, അഥവാ the flow of charge particles or the rate of flow of charge in the conducting medium is called electric current. Very important, that is conducting medium. Conducting mediumത്തിലൂടെ പ്രോട്ടോൺസോ ഇലക്ട്രോൺസോ ഏതൊരു ചാർജ്ഡ് പാർട്ടിക്കിൾസ്, ശ്രദ്ധിക്കുക ഏതൊക്കെയാണ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്? പ്രോട്ടോൺ ഓർ ഇലക്ട്രോൺ. ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസ് അല്ല, ഇറ്റ് ഹാവ് നോ ചാർജ്. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. സോ അതുകൊണ്ടാണ് ഇവിടെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് എന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഓർ ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. വാട്ട് ഇസ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്? റേറ്റ് എന്ന് പറഞ്ഞാൽ ടൈമാണ്. ഇത്ര സമയത്തിനുള്ളിൽ എത്ര ചാർജ് കടന്നു. ഓക്കെ, ഇത്ര സമയത്തിനുള്ളിൽ ഒരു പെർട്ടിക്കുലർ ടൈമിനുള്ളിൽ എത്ര ചാർജ് കടന്നു, അതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ഇൻ എ കണ്ടക്ടിങ് മീഡിയം ഇസ് നോൺ ആസ് ഇലക്ട്രിക് കറണ്ട്. നമുക്ക് ഇങ്ങനെയും ഇലക്ട്രിക് കറണ്ടിനെ സൂചിപ്പിക്കാം. വെരി സിമ്പിൾ. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമ്മുടെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ സിംപ്ലി വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എ electric current. Okay, the charged particles could be negative or positive. ആയിരിക്കുമല്ലോ അല്ലേ? That means negative എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഇലക്ട്രോൺസ്. And if it is positive നമുക്ക് എന്ത് പറയാം? It is proton. അപ്പോൾ പ്രോട്ടോൺസോ ഇലക്ട്രോൺസോ ഫ്ലോ ചെയ്യാം. സോ നെഗറ്റീവ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഇസ് ഇലക്ട്രോൺ. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് പോസിറ്റീവ് ദാറ്റ് ഇസ് എ പ്രോട്ടോൺ. സി, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്കൊരു ഫിഗർ നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പിക്ചർ തന്നിരിക്കുന്നത്. നോക്കുക. സി, ദിസ് എ വയർ. ഇതൊരു വയറാണ് അല്ലെ? ഈ വയറിലൂടെ നമ്മുടെ എങ്ങനെയാണ് ഈ ക്യൂ എന്ന് പറയുന്നത് ചാർജ് ആണ്. ഓക്കെ, ക്യൂ മീൻസ് ചാർജ്. അപ്പൊ നമ്മൾ ഇനി മുതൽ ചാർജിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ദാറ്റ് വിൽ ബി ക്യൂ. ഓക്കെ, അപ്പൊ ചാർജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് ലെറ്റർ വിൽ ബി ക്യൂ. അതുകൊണ്ടാണ് ഇവിടെ ക്യൂ എന്ന് പറയുന്ന ലെറ്ററിൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്. ചാർജ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്കെ, ഇതിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിൽ കൃത്യമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ചാർജ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു വയറിലൂടെ അഥവാ ഈ ഒരു കണ്ടക്ടിങ് സർഫസിൽ നമുക്ക് എന്തുണ്ടെന്ന് പറയാൻ സാധിക്കും? വി ഹാവ് എ ഇലക്ട്രിക് കറണ്ട്. നമുക്കിവിടെ ഇലക്ട്രിക് കറണ്ട് ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സി ദ കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സിംപ്ലി വി ഹാവ് an ഇക്വേഷൻ. നമ്മൾ എക്സാമിന് ചോദിക്കുമ്പോൾ എഴുതേണ്ട കുറച്ച് ഇക്വേഷൻസ് ആണ്. ദ കറണ്ട്, വാട്ട് ഇസ് ദ ലെറ്റർ ദാറ്റ് ഇസ് ഡിനോട്ടിംഗ് ദ കറണ്ട്? ദാറ്റ് ഇസ് ഐ. ഓക്കെ, കറണ്ടിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ്, ദാറ്റ് ഇസ് ഐ. ദാറ്റ് ഇസ് കറണ്ട് ഇസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. വാട്ട് ഇസ് ദ ചാർജ്? ചാർജ് മീൻസ് ക്യൂ. Okay, the rate of flow of charge in a conductor. ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന the rate of charge, നമ്മുടെ ചാർജിന്റെ റേറ്റ്, അതിനെ നമ്മൾ എന്ത് പറയുന്നത്? കറണ്ട്.
ഓക്കെ, സോ മനസ്സിലാക്കി വെക്കുക. എപ്പോഴും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണെന്ന് പറയാറുണ്ട്. നോ, ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്, നമുക്കത് കോമൺലി പറയാം ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാണ്, ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ ഫ്ലോയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രിക് കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു എക്യുപ്മെന്റ് എന്തുണ്ടാവുള്ളൂ? വർക്ക് ചെയ്യുള്ളൂ. ഇഫ് ജസ്റ്റ് എക്സാമ്പിൾ, ഐ ഹാവ് എ ബൾബ്. ഓക്കെ, എൻ്റെ കയ്യിലൊരു ബൾബ് ഉണ്ട് ആൻഡ് ഐ ഹാവ് എ ബാറ്ററി. ഈ ബാറ്ററിയിൽ നിന്ന് ചാർജസ് ഒഴുകണം, എന്നാൽ മാത്രമേ എൻ്റെ ബൾബ് ഗ്ലോ ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വി നീഡ് എ ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രിസിറ്റി നമുക്ക് നമ്മുടെ ഓരോ എക്യുപ്മെന്റും എന്ത് ചെയ്യുള്ളൂ? വർക്ക് ചെയ്യുള്ളൂ. സോ വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. ഓക്കെ, ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ് ഇൻ എ കണ്ടക്ടർ. സോ നമുക്ക് അതിൽ നിന്നൊരു ഇക്വേഷൻ നമുക്ക് ഇതാക്കാൻ പറ്റും. വാട്ട് ഈസ് I actually? I means electric current. I means electric current. I means electric current. What is electric current? The flow, the rate of flow of charges. ആണല്ലോ, the rate. What do you mean by rate? ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന സമയത്തിനുള്ളിൽ എത്ര ചാർജസ് കടന്നു പോയി എന്നുള്ളതാണ്. ഐ മീൻ ടൈം. റേറ്റ് എന്ന് പറയുന്ന ടേം നിങ്ങൾ എവിടെ കേൾക്കുമ്പോഴും ടൈം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ദാറ്റ് മീൻ എത്ര ചാർജ് ടൈമിനനുസരിച്ച് പോയി എന്നതാണ് ഈ റേറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഇസ് ദ ഇക്വേഷൻ? I is equal to Q by T. What? I is equal to Q by T. So what do you mean by Q? എന്താണ് ഈ Q represent ചെയ്യുന്നത്? What is Q actually? That is electric charge. What is electric charge? Q represent electric charge. എഴുതി വെക്കുക. Q represent electric charge. What T represent? The T represent time. T represent time. So ആദ്യം നമ്മുടെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ഇക്വേഷൻ ആണ്, ദാറ്റ് ഈസ് കറന്റ് I is equal to Q by T. ഇപ്പോൾ തന്നെ പഠിക്കുക. I is equal to Q by T. This is the first equation. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ, നന്നായി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഇക്വേഷൻസ് എത്ര ഉണ്ടെന്നുണ്ട് സൈഡിൽ എഴുതി വെക്കുക. ദിസ് അവർ ഫസ്റ്റ് ഇക്വേഷൻ. നമ്മൾ ആദ്യം പഠിക്കുന്ന ഫസ്റ്റ് ഇക്വേഷൻ ആണെന്ന രീതിയിൽ നമ്പർ 1 ഇട്ടിട്ട് നമ്മൾ ഇക്വേഷൻസ് എഴുതി വെക്കുക. അതങ്ങ് ഇപ്പോൾ തന്നെ പഠിക്കുക. I is equal to Q by T. ഇതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം? ഇപ്പം നിങ്ങൾക്ക് കറണ്ടും ടൈമും തരികയാണ്, നിങ്ങളോട് ചോദിക്കുകയാണ് എത്ര ചാർജ് ഉണ്ട്. ദാറ്റ് മീൻ Q ആണ് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? Q is equal to IT. Q is equal to IT. Q ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് എന്താണ്? കറണ്ട് ഇൻറ്റു ടൈം. ഇനി ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് Q by I. ഓക്കെ, Q by I. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ സ്മോൾ ലെറ്റർ Q ആയിരിക്കാം, ചില ടെക്സ്റ്റ് ബുക്കിൽ ഇത് ക്യാപിറ്റൽ Q ആയിരിക്കും. അപ്പൊ അതിൽ നമ്മൾ വിഷമിക്കേണ്ടോ അത് ഡൗട്ടോ കൺഫ്യൂഷൻസോ ഉണ്ടായിരിക്കരുത്. രണ്ടും എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇലക്ട്രിക് ചാർജിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. Okay, very simple. So നോക്കുക, the electric current can be represented as the rate of flow of electric charge. The rate of flow of electric charge is denoted by the letter small letter Q or capital letter Q. Okay, it's clear. So first equation ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ആണ്. സോ നോക്കുക, എങ്ങനെയാണ് ഈ ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഓക്കെ, സോ നോക്കുക, just like a river current which is in a continuous flow of water molecules, an electric current is the continuous flow of charged particles. Okay, ഒരു റിവറിൽ, ഒരു പുഴയിൽ വെള്ളം എങ്ങനെ ഒഴുകുക? അതുപോലെ തന്നെയാണ് നമ്മളൊരു വെള്ളം എങ്ങനെ ഒഴുകുന്നോ അതേ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ് ആരും ഒഴുകുന്നത്? നമ്മുടെ ഇലക്ട്രിക് കറണ്ട് ഒഴുകുന്നത്. എവിടെ? വെള്ളത്തിൽ. നമ്മൾ റിവറിൽ വാട്ടർ മോളിക്യൂൾസ് ആണെങ്കിൽ നമ്മുടെ ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എവിടെ എന്തായിരിക്കും ഒഴുകുന്നത്? ഇലക്ട്രിക് ചാർജസ് ആയിരിക്കും
ഒഴുകുന്നത്. ഓക്കെ, the amount of charge flowing through a certain point in a conducting medium in a specific time. നോക്കുക, ഒരു സ്പെസിഫിക് ടൈമിൽ എത്ര എമൗണ്ട് കറണ്ട് എത്ര എമൗണ്ട് ചാർജസ് പാസ് ചെയ്യുന്നു എന്നതിനെയും നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര സ്പെസിഫിക് ടൈമിൽ എത്ര ചാർജ് പാസ് ചെയ്തു, അല്ലെങ്കിൽ ചെറിയ സമയത്തിൽ കുറേ ചാർജസ് പാസ് ചെയ്തോ, അല്ലെങ്കിൽ എത്ര എമൗണ്ട്, അതിനെ നമ്മൾ എന്ത് പറയാം? നമുക്ക് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, the electric current is the rate of charges, the rate of charge flow that is charged by time. So നമുക്ക് ഇങ്ങനെ എഴുതാം, current is equal to the electric current is equal to charge by time. Electric current is equal to charge by time. That is written here, charge by time. And the SI unit of electric current, നമ്മൾ എങ്ങനെയാ കറണ്ടിനെ ഡിനോട്ട് ചെയ്യുന്നത്? SI unit, that is in ampere, is denoted by the letter A. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കുക, ഇനി മുതൽ ഞാൻ 2 ആംപിയർ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ഞാൻ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കറണ്ടിനെയാണ്. If it is 5 ampere, it is a electric current. Okay, so charge by time. ഇപ്പോൾ തന്നെ പഠിക്കുക, current is equal to charge divided by time, and its SI unit എന്ന് പറയുന്നത് എന്താണ്? Ampere, and it's denoted by the letter, capital letter A. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെച്ചല്ലോ അല്ലെ, എന്താണ് ഇലക്ട്രിക് കറണ്ട്, എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ആലോചിച്ച് വെക്കുക. ഇലക്ട്രിക് കറണ്ട്, വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇനി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമല്ലോ അല്ലെ. സോ ദിസ് ഈസ് ഇലക്ട്രിക് കറണ്ട്. ഇങ്ങനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് 1 ആംപിയർ? ഒരു പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 1 ആംപിയർ, വാട്ട് ഈസ് 1 ആംപിയർ? എന്താണ് ഒരു ആംപിയർ എന്ന് പറയുന്നത്? വാട്ട് ഈസ് ആക്ച്വലി ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപിയർ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ടിന്റെ, ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആണ് അല്ലെ. ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംപിയർ. അങ്ങനെയാണെങ്കിൽ 1 ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ലൈക്ക് നിങ്ങൾക്കൊരു കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ലെങ്ത്? ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താ? SI യൂണിറ്റ് എന്താണ്? ദാറ്റ് ഇസ് മീറ്റർ അല്ലെ. മീറ്റർ ആണ് എന്താ? SI യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ 1 ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് 1 ആംപിയർ? What is 1 ampere? See, 1 ampere is the amount of current. 1 ampere is the amount of current where 1 coulomb charge flows through a certain point in a conducting media in a time of 1 second. ഒന്നുമില്ല. What is actually current? എന്താണ് current എന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞേ, what is current actually? Current is equal to എന്താണ്? Charge by time. നമ്മൾ പഠിച്ചു അല്ലേ? What is current? It is equal to charge by time. What is the unit of charge? അത് പറയാൻ വിട്ടുപോയി അല്ലേ? What is the unit of charge? ചാർജിന്റെ യൂണിറ്റ് എന്താ മക്കളെ? ചാർജിനെ നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്യുക? ചാർജ് നമ്മൾ കൂളോം എന്നാണ് പറയുക. എന്താണ്? The unit of charge is coulomb. Okay, the unit of charge is coulomb. Okay, what is the unit of time? Time in the unit എന്താ? That is second. Okay, okay. Current എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ യൂണിറ്റ് is ampere, ചാർജിന്റെ യൂണിറ്റ് കൂളോം, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 ആംപിയർ, ഒരു ആംപിയർ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? 1 കൂളോം ചാർജ്. എന്താണ്? 1 കൂളോം ചാർജ് 1 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ, ഒരു വയറിലൂടെ, ഒരു കണ്ടക്റ്റിംഗ് വയറിലൂടെ 1 കൂളോം ചാർജ്
അറ്റ് എ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ വയറിലൂടെ ഒഴുകുന്നത് എത്ര ആംപിയർ കറണ്ട് ആണ്? 1 ആംപിയർ കറണ്ട്. ഓക്കെ, സോ 1 ആംപിയർ എന്ന് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 1 ആംപിയർ is equal to 1 coulomb by 1 second. Okay, 1 ampere is equal to 1 coulomb charge, 1 coulomb charge divided by 1 second. ഒരു സെക്കൻഡിൽ 1 കൂളോം ചാർജ് ഒഴുകുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെയുള്ള കറണ്ട് എത്രയാണ്? 1 ആംപിയർ. ക്ലിയർ? ദിസ് ഇസ് ദ 1 ആംപിയർ. എന്താണ് 1 ആംപിയർ എന്ന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര നന്നായി ഇത്ര കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. So, what are the properties of electric current? Electric currentന്റെ properties എന്തൊക്കെയാണ്? Very important one. Okay. എക്സാമിന് 2 മാർക്കിനൊക്കെ രീതിയിൽ പ്രോപ്പർട്ടീസ് എന്ന രീതിയിലായിരിക്കില്ല ചോദിക്കുക. അപ്പോൾ നമ്മളത് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഒന്നുകൂടെ ഓർത്ത് വെക്കുക. Okay, so the properties of electric current. The properties of electric current. Note ചെയ്ത് വെക്കുക. Very important. Okay. The current is due to the flow of electrons in the circuit. Not only electrons, protons ഉണ്ട്, എന്നാലും നമ്മൾ commonly പറയാ electronsനെയാണ്. Okay. So current എന്ന് പറയുന്നത് എന്താണ്? It's a flow of charges or flow of electrons എന്ന് നമുക്ക് പറയാൻ സാധിക്കും. Okay. Then the electric current in a circuit can be controlled by introducing resistance to the circuit. അപ്പോൾ what is mean by a resistance? എന്താണ് ഈ ടേം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ റെസിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? തടയുക അല്ലെ? നമ്മളൊരു സംഭവത്തെ റെസിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ? തടയുക എന്നുള്ളതാണ് അല്ലെ? സോ നമ്മളൊരു സർക്യൂട്ടിലേക്ക് റെസിസ്റ്റൻസ് നമ്മൾ എന്തിനാണ് ആഡ് ചെയ്യുന്നത്? നമ്മൾ കറണ്ടിന്റെ ഫ്ലോവിനെ ഒന്ന് ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് റെസിസ്റ്റൻസ്. ഒരു ഒപ്പോസിങ് പ്രോപ്പർട്ടി ഉള്ള ഒരു ഇതാണ് നമ്മൾ എന്താ? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു സർക്യൂട്ടില് കറണ്ടിന്റെ ഫ്ലോ നമുക്കൊന്ന് തടയണം അഥവാ ഒന്ന് കൺട്രോൾ ചെയ്യണം. നന്നായിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പല ആഫ്റ്റർ ഇഫക്റ്റുകളും ഉണ്ട്. അപ്പൊ അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഉപയോഗിക്കുന്നതാണ് എന്താ? റെസിസ്റ്റൻസ്. ഓക്കെ, സോ നമ്മൾ അതിനു വേണ്ടി നമ്മൾ റെസിസ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നു. റെസിസ്റ്റൻസിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെക്ഷനിലൊക്കെ പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. The unit of electric current, the unit of electric current is ampere and it is denoted by the capital letter A. Then what is 1 ampere? 1 ampere can be defined as the flow of 1 coulomb charge. അല്ലെ, നമ്മൾ ഇപ്പോൾ പറഞ്ഞു the flow of 1 coulomb charge in 1 second. Then electric current flows from higher potential to lower potential. What do you mean by potential actually? The current flow from higher potential to lower potential in a current, that is from positive terminal to negative terminal, and also known as conventional current. It is also known as conventional current flow. So what do you mean by potential? എന്താണ് ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്? നമ്മൾ പറയാറുണ്ട് ഇലക്ട്രിക് കറണ്ടിന്റെ ഫ്ലോ നമുക്ക് എങ്ങനെ നമുക്ക് താരതമ്യം ചെയ്യാം? ലൈക്ക് a river flows. എങ്ങനെ ഒരു റിവർ ഫ്ലോ ചെയ്യുന്നു എന്നതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുകയാണ് നമുക്ക് പറയാൻ സാധിക്കും. ദാറ്റ് മീൻ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, ഒരു റിവർ അഥവാ ഒരു വാട്ടർ ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ ഒരേ രീതിയിൽ അവിടെ ഉണ്ടാകുന്ന ഫ്ലോ അല്ലെങ്കിൽ ഒരുപോലെയാണെങ്കിൽ, അവിടെ ഉണ്ടാകുന്ന പ്ലേസിന്റെ ഇത് ഒരുപോലെയാണെങ്കിൽ ഫ്ലോ നടക്കുമോ? ഇല്ല. സോ ദാറ്റ് മീൻ ദർ ഷുഡ് ഹാവ് എ ഡിഫറൻസ് അല്ലെ? ഇപ്പോൾ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ഒരുപോലെയാണെങ്കിൽ അവിടെ ഫ്ലോ ഉണ്ടായിരിക്കുമോ? ഇല്ല. അപ്പൊ ഒരു റീജിയൻ ഹയർ ആയിരിക്കണം, ഒരു റീജിയൻ ലോവർ ആയിരിക്കണം, എന്നാൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ? ഫ്ലോ ഉണ്ടാവുകയുള്ളൂ അല്ലെ? സോ ലൈക്ക് റിവർ ഫ്ലോസ്, ഇവിടെ നമ്മുടെ കറണ്ടും എങ്ങനെയാണ് ഫ്ലോ ചെയ്യുക? ഹയർ റീജിയൻ, ദാറ്റ് മീൻ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് നമ്മുടെ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുക.
ഓക്കെ, എല്ലാ നേച്ചറിലുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഹയർ പൊട്ടൻഷ്യൽ, ഹയറിൽ നിന്ന് ആയിരിക്കും ലോവറിലേക്ക് ട്രാവൽ ചെയ്യുക. സോ ദാറ്റ് ഇലക്ട്രിക് കറന്റ് ഫ്ലോ ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ദ ലോവർ പൊട്ടൻഷ്യൽ. അപ്പൊ ഇതിന് നമ്മൾ പറയും, നമ്മുടെ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ. ബാറ്ററിയിൽ ഏതാണ്? വി ഹാവ് എ 2 ടെർമിനൽ, പോസിറ്റീവ് ടെർമിനൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ. പോസിറ്റീവ് ടെർമിനൽ എന്ന് പറയുന്നത് ഹയർ പൊട്ടൻഷ്യൽ ആണ്. സോ പോസിറ്റീവ് ടു നെഗറ്റീവ്. ഈ ഒരു ഫ്ലോയ്ക്ക് പറയുന്നതാണ് എന്താ? അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ. അതിന് നമ്മൾ പറയുന്ന പേരാണ് കൺവെൻഷണൽ കറണ്ട്. കൺവെൻഷണൽ ഫ്ലോ ഓഫ് കറണ്ട് എന്നും ഇതിനെ പറയാറുണ്ട്. വെരി ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ. See, you can see conventional current and electron current. എന്താണ് ഇതിൽ നിന്നുള്ള ഒരു വ്യത്യാസം? നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മൾ പഠിച്ചതേ ഉള്ളൂ. What is conventional current and what is electron current? എന്തായിരിക്കാം? നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാൻ സാധിക്കും. ജസ്റ്റ് കൺഫ്യൂസിങ് ആയിരിക്കാം, ബട്ട് വെരി വെരി സിമ്പിൾ ആണ്. നമുക്ക് ദിസ് ഇസ് എ ബാറ്ററി. യു ക്യാൻ സീ ദിസ് ഇസ് എ ബാറ്ററി ആൻഡ് ദിസ് ഇസ് എ ബൾബ്. ഓക്കെ, ഇതൊരു ബൾബാണ്. ഓക്കെ, അപ്പോൾ രണ്ട് സർക്യൂട്ടുകളും വളരെ സിമ്പിൾ ആണ്. ഒരു ബാറ്ററിയും ഒരു ബൾബും ഉണ്ട്, ഒരു ബാറ്ററിയും ഒരു ബൾബും ഉണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതുവരെ പഠിച്ചിരുന്ന കാര്യം എന്താണ്? ഓൾവേസ് ഇലക്ട്രിക് കറണ്ട് ഓൾവേസ് ഫ്ലോ ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ എന്നതാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പോ നോക്കുക, കൺവെൻഷണൽ കറണ്ട്. വാട്ട് യു മീൻ ബൈ കൺവെൻഷണൽ കറണ്ട്? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ദ കൺവെൻഷണൽ കറണ്ട് എന്ന് പറയുന്നത് ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഫ്ലോ ചെയ്ത് നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ്? ഒരു കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. എവിടെ നിന്ന് എവിടേക്ക്? നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കാണ് നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ദാറ്റ് കറണ്ട് ഈസ് കൺവെൻഷണൽ കറണ്ട്. വെരി സിമ്പിൾ, ഇറ്റ്സ് എ കൺവെൻഷണൽ കറണ്ട്. അഥവാ നമ്മൾ ഇതിനെ പറയാറുണ്ട് ദ ഫ്ലോ ഓഫ് പ്രോട്ടോൺ. പ്രോട്ടോൺസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, പ്രോട്ടോൺസ്. ഓക്കെ, പ്രോട്ടോൺസിന്റെ ഫ്ലോ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ്? ശ്രദ്ധിക്കുക, ഇറ്റ് വിൽ ഫ്ലോ ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ. ഇങ്ങനെ പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ നമ്മുടെ ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദിസ് എ കൺവെൻഷണൽ കറന്റ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോൺ കറണ്ടിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നോക്കുക. ദിസ് ഇസ് ദ ബാറ്ററി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇഫ് ദ ഇലക്ട്രിക് കറന്റ് ഫ്ലോ ഫ്രം നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ടെർമിനൽ, നേരെ തിരിച്ച്. ഓക്കെ, നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്ത് പോസിറ്റീവ് ടെർമിനലിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ടു പോസിറ്റീവ്. ഓക്കെ, ഇലക്ട്രോൺസ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദിസ് ഇസ് ഇലക്ട്രോൺ കറണ്ട്. എന്താ പറയാ? ഇലക്ട്രോൺ കറണ്ട് എന്ന് പറയാം. ഇവിടെ നമ്മൾ ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യുന്നത്. ആരാണ് ഫ്ലോ ചെയ്യുന്നത്? ഇലക്ട്രോൺസ്. നമ്മൾ പറഞ്ഞു ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. ഇറ്റ് മേ ബി പ്രോട്ടോൺ ഓർ ഇലക്ട്രോൺ. ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോൺ കറണ്ട് നമ്മൾ ഇവിടെ ആരാണ് ഫ്ലോ ചെയ്യുന്നത്? ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾ. സോ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഈ ചാർജ് ഫ്ലോ ചെയ്യുന്നത്. Okay, so it is known as electron current. And in the case of conventional current, ഇവിടെ ആരാണ് ഫ്ലോ ചെയ്യുന്നത്? പ്രോട്ടോൺസ്. പ്രോട്ടോൺസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണല്ലോ. അപ്പൊ അങ്ങനെ തന്നെ കണക്ട് ചെയ്ത് പഠിക്കുക. കൺവെൻഷണൽ കറണ്ട് എന്ന് പറയുന്നത് അവിടെ ഒഴുകുന്നത് പ്രോട്ടോൺസ് ആണ്. പ്രോട്ടോൺസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. സോ എവിടെ നിന്നാണ് തുടങ്ങുക? പോസിറ്റീവ് ടു നെഗറ്റീവ്. In the case of electron current, electron എന്ന് പറയുന്നത് negatively charged particles ആണ്. So negative to positive. So this is the two type of electric current. Electric current രണ്ട് തരത്തിലുണ്ടെന്ന്
മനസ്സിലാക്കി വെക്കുക. സോ ഇതൊക്കെ ഒന്ന് നോട്ടിൽ നമ്മളൊന്ന് വരച്ച് വെക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇതൊക്കെ ചെറിയ ചെറിയ ബേസിക് കോൺസെപ്റ്റുകളാണ്. നിങ്ങളത് മിസ്ലീഡ് ചെയ്യും. ദാറ്റ് മീൻ നിങ്ങളത് മാറ്റി പഠിച്ചാലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വെരി സിമ്പിൾ ആണ്. കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. ഇലക്ട്രോൺ കറണ്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എന്നുള്ളത് മനസ്സിലുണ്ടായിരിക്കുക. കൺവെൻഷണൽ കറണ്ട് എന്നുള്ളത് പോസിറ്റീവ് എന്നുള്ള ഈ കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. ഓക്കെ, ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആരോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആരോ ഇടുമ്പോൾ സൂക്ഷിക്കുക. Okay, so this is the conventional current and electron current. Okay, so ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. Next is electric potential. നമ്മൾ നേരത്തെ പറഞ്ഞു what is potential എന്നല്ലേ? Electric potential difference. What is electric potential difference? എന്താണ് ഒരു ഡിഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? What is electric potential actually? നമ്മൾ പറഞ്ഞു ഒരു ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാ ഫ്ലോ ചെയ്യുക? there must be a difference, അല്ലേ? ഒരു വ്യത്യാസം ഉണ്ടായാൽ മാത്രമേ ഹയറിൽ നിന്ന് ലോവറിലേക്ക് ഫ്ലോ ചെയ്യാൻ സാധിക്കുള്ളൂ. സംശയമൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കറണ്ടിനും ഫ്ലോ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകണമെങ്കിൽ നമ്മൾ വാട്ടർ എങ്ങനെ ഒഴുകുക? മുകളിൽ നിന്ന് എപ്പോഴും താഴേക്ക്, അല്ലെങ്കിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഒഴുകുകയുള്ളൂ. ലൈക്ക് ദാറ്റ് ഇലക്ട്രിക് കറണ്ടിന് ഫ്ലോ ചെയ്യണമെങ്കിൽ we need a difference. നമുക്ക് അവിടെ ഒരു ഡിഫറൻസ് ആവശ്യമുണ്ട്. അഥവാ ഒരു പൊട്ടൻഷ്യൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ ഇലക്ട്രിക് കറണ്ടിന് ഫ്ലോ ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ഉറപ്പിച്ചു വെക്കുക. എന്താണ്? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുകയുള്ളൂ. അപ്പൊ നമ്മുടെ സർക്യൂട്ടിൽ ഇലക്ട്രോൺസ് ഉണ്ട്, അഥവാ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. എന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ? അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. നമ്മുടെ അവിടെ ഉള്ള ഒരു പൊട്ടൻഷ്യലിന് ഒരു വ്യത്യാസം ഉണ്ടെങ്കിലേ ചാർജിന് ഒഴുകാൻ സാധിക്കൂ. അല്ലെങ്കിൽ ഒരേ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഒഴുകുവോ? ഇല്ല. ദ ഷുഡ് ബി ഒന്നുകിൽ കൂടുതലോ കുറവോ ആയിരിക്കണം. സോ എവിടെയാണ് നമ്മുടെ ഒരു സർക്യൂട്ടിൽ നമ്മൾ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്യുക? നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ബാറ്ററി ആണല്ലോ. സോ ബാറ്ററി എന്ന് പറയുന്നത് നമ്മുടെ സർക്യൂട്ടിന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നൽകുന്ന ഒരു ഓബ്ജക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി exists if there is a charged object at a location. അപ്പോൾ ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും ഒരു ചാർജ്ഡ് ഒബ്ജക്ട്സിൽ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ട്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓൾസോ നോൺ ആസ് വോൾട്ടേജ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ എന്ത് പറയാറുണ്ട്? വോൾട്ടേജ് എന്നും പറയാറുണ്ട്. നമ്മൾ പറയാറുണ്ട് അല്ലെ, വോൾട്ടേജ് വളരെ കുറവാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ വാട്ട് ഈസ് ആക്ച്വലി വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ ഇത് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ കറണ്ടിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒഴുകുക, അഥവാ ഫ്ലോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നോക്കുക, the voltage is an external work needed to bring a charge from one location to another. ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് ഒഴുകണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട്? വോൾട്ടേജ് ഓർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. Okay, then the SI unit of electric potential, very important. The SI unit of electric potential or the potential difference is voltage or volt. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നമ്മൾ വേറൊരു പേരാണ് മക്കളെ, എന്ത്? വോൾട്ടേജ് എന്ന്. എന്നാൽ അതിന്റെ SI യൂണിറ്റിന്റെ പേരും എന്ത് തന്നെയാണ്? വോൾട്ടേജ് അഥവാ വോൾട്ട് എന്നാണ് നമ്മൾ പറയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ ബാറ്ററി അല്ലെങ്കിൽ നമ്മുടെ ബൾബിനൊക്കെ നമ്മൾ 5 വോൾട്ട് ബാറ്ററി അല്ലെങ്കിൽ 5 വോൾട്ട് ബൾബ് നമ്മൾ പറയാറുണ്ട് അല്ലെ. 6 വോൾട്ട് അല്ലെങ്കിൽ 12 വോൾട്ട് ഉള്ളതൊക്കെയാണ് നല്ലത് നമ്മൾ പറയാറുണ്ട്. 12 വോൾട്ട്, 24 വോൾട്ട് എന്നൊക്കെ നമ്മൾ ബൾബ് എടുക്കുക, ഒന്ന് തിരിച്ചൊക്കെ നോക്കുക, അവിടെ നമുക്ക് കാണാൻ സാധിക്കും 12 വോൾട്ട്, 24 വോൾട്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ വാട്ട് ഇത് നമ്മൾ എന്തിനാ മീൻ ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. Okay, so the electric potential is a scalar quantity. അതൊന്ന് എഴുതി വെക്കുക. Electric potential is a scalar quantity. What is a scalar quantity? അവൻ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ
ഉണ്ടായിരിക്കുമെന്ന് ഓർത്ത് വെക്കുക. വാട്ട് ഈസ് വെക്റ്റർ ക്വാണ്ടിറ്റി? അവർക്ക് മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും ഉണ്ടായി. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്, എന്നാലൊന്ന് ബ്രഷ് അപ്പ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു കാര്യം ഇലക്ട്രിക് കറണ്ടിന് ഫ്ലോ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ദിസ് ഇസ് എ വൺ പൊട്ടൻഷ്യൽ ആൻഡ് ദിസ് ഇസ് അനദർ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകണമെങ്കിൽ, ഫ്ലോ ചെയ്യണമെങ്കിൽ, നിങ്ങൾ വിചാരിക്കുക, ജസ്റ്റ് ഇമാജിൻ ദിസ് ഇസ് എ ഫസ്റ്റ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്ലോ ഉണ്ടായിരിക്കുമോ? ഇങ്ങനെയുള്ളൊരു ഫ്ലോ ഉണ്ടായിരിക്കുമോ? നോ. ഇവിടെ ഈ ഒരു കേസിൽ എന്തുണ്ടായിരിക്കില്ല? ഫ്ലോ ഉണ്ടായിരിക്കില്ല. ഒരേ രീതിയിലാണ്, പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കില്ല? അവിടെ ഫ്ലോ ഉണ്ടായിരിക്കില്ല. എന്നാൽ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഹയർ റീജിയണിൽ നിന്ന് ലോവർ റീജിയണിലേക്ക് എന്തുണ്ടാകും? ഒരു ഫ്ലോ ഉണ്ടാകും. ഓക്കെ, ഹയർ റീജിയണിൽ നിന്ന് ലോവർ റീജിയണിലേക്ക് ഫ്ലോ ഉണ്ടാകും. അങ്ങനെ ഹയറിൽ നിന്ന് ലോവറിലേക്ക് ആ ഒരു ഡിഫറൻസ് നൽകുന്ന ഒരാളാണ് ആര്? ബാറ്ററി. ഓക്കെ, നമ്മുടെ സർക്യൂട്ടിന് ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ ഒഴുകുള്ളൂ അല്ലെ. അങ്ങനെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് തരുന്ന ആളാണ് ആര്? ബാറ്ററി. ഓക്കെ, ദാറ്റ് മീൻ നമ്മുടെ ബാറ്ററിക്ക് രണ്ട് ടെർമിനൽസ് ഉണ്ട് അല്ലെ. വി ഹാവ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ആണല്ലോ അല്ലെ. ബാറ്ററിക്ക് രണ്ട് ടെർമിനൽസ് ഉണ്ട്, വൺ ഇസ് പോസിറ്റീവ് ആൻഡ് വൺ ഇസ് നെഗറ്റീവ്. അപ്പോൾ രണ്ട് ഡിഫറൻസ് ആയല്ലോ അല്ലെ. ഒരെണ്ണം ഹയർ ആണ്, ഒരെണ്ണം ലോവർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹയറിൽ നിന്ന് ലോവറിലേക്ക് നമുക്കൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നു. അതുകൊണ്ട് എളുപ്പത്തിൽ കറണ്ടിന് ഫ്ലോ ചെയ്യാൻ സാധിക്കും. സോ ഒരു ക്വസ്റ്റൻ എപ്പോഴും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, എന്തിനാണ് നമ്മൾ ബാറ്ററി യൂസ് ചെയ്യുന്നത്? ഒരു സർക്യൂട്ടിൽ ബാറ്ററി നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ഒരു ടൈമിൽ എക്സാമിന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സോ അത് ഓർത്ത് വെക്കുക. എന്തിനാണ് നമ്മൾ ബാറ്ററി യൂസ് ചെയ്യുന്നത്? വി നീഡ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. എന്നാൽ മാത്രമേ ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുകയുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബാറ്ററി ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, സോ ദിസ് ഈസ് electric potential difference. Electric potential or voltage എന്ന് പറയുന്നത് എന്താണ്? Work done by a unit charge. അതിന്റെ ഇക്വേഷൻ ആണ് electric potential or the voltage is known as work divided by charge. Work by charge ആണ് എന്താ? വോൾട്ടേജ്. സോ ഒന്ന് എഴുതി വെക്കുക. V is equal to work divided by charge. Voltage is equal to work divided by charge. This is the second equation. നമ്മുടെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് voltage is equal to W by Q. Okay, that is V is equal to W by Q. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ യൂണിറ്റുകൾ കണ്ടെത്താൻ പറ്റുമല്ലോ. That is W. Work in the unit എന്താ മക്കളെ? Work in the unit, that is joule. Energy or work. എനർജിയുടെ യൂണിറ്റും വർക്കിന്റെ യൂണിറ്റും എന്ത് തന്നെയാണ്? ജൂള് തന്നെയാണ് കേട്ടോ. അപ്പൊ നോക്കുക, ജൂൾ പെർ. വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ചാർജ്? ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളോം. ദാറ്റ് ഈസ് നമുക്ക് ഇങ്ങനെയും പറയാം, ദ യൂണിറ്റ് ഓഫ് വോൾട്ടേജ് അഥവാ വോൾട്ടേജിന്റെ യൂണിറ്റ് എങ്ങനെയും നമുക്ക് പറയാൻ പറ്റും, ജൂൾ പെർ കൂളോം. ജൂൾ പെർ കൂളോം, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ജൂൾ പെർ കൂളോം. അഥവാ നമുക്ക് എന്തും പറയാം, വോൾട്ട് എന്നും പറയാം. ഓക്കെ, അപ്പൊ വോൾട്ടേജിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം, ജൂൾ പെർ കൂളോം എന്നും പറയാം. Therefore, the SI unit of electric potential, the SI unit, നമുക്ക് രണ്ട് തരം യൂണിറ്റുകളുണ്ട്, but the SI unit is volt ആണ് or voltage. Volt or voltage ഉള്ളതാണ് എന്താ? SI unit. So, what is 1 volt? എന്താണ് ഒരു വോൾട്ട് എന്ന് പറയുന്നത്? നമ്മൾ 1 ആംപിയർ പറഞ്ഞു അല്ലേ? അപ്പൊ അതുപോലെ എന്താണ് 1 വോൾട്ട് എന്ന് പറയുന്നത്? എന്തായിരിക്കാം? ഒരു കൂളോം അല്ലെ? വോൾട്ടേജ് is equal to work by charge ആണല്ലോ. അങ്ങനെയാണെങ്കിൽ what is 1 volt? ഒരു വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വോൾട്ടുള്ള ബാറ്ററി, ഒരു വോൾട്ടുള്ള ബൾബ് എന്ന് പറയുമ്പോ എന്താ? ഒരു വർക്ക് അല്ലെ? ദാറ്റ് മീൻ 1 ജൂൾ വർക്ക്. ഒരു ജൂൾ വർക്ക്
എത്ര ചാർജില്? 1 കൂളോം ചാർജ് നമ്മൾ ഇതാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ ഉള്ളത് ഒരു വോൾട്ടേജ് ആണ്, 1 വോൾട്ടേജ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. നോക്കുക, 1 വോൾട്ട് is equal to 1 joule per 1 second. എന്താ അതിന് അർത്ഥം? എന്താ പറയുന്നത്? 1 കൂളോം ചാർജ് മൂവ് ചെയ്യിക്കാൻ വേണ്ടി, 1 കൂളോം ചാർജ് അല്ലെ, 1 കൂളോം ചാർജ് മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് എന്ന് പറയുന്നത് 1 ജൂൾ ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആയിരിക്കും. സോ 1 വോൾട്ട് is equal to എന്താ അതിന്റെ അർത്ഥം? 1 ജൂൾ per 1 കൂളോം എന്നുള്ളതാണ് അർത്ഥം. So 1 volt can be defined as 1 joule of work done in order to move 1 coulomb charge. Okay, 1 coulomb charge move ചെയ്യിക്കാൻ വേണ്ടി ഞാൻ 1 coulomb അല്ലെങ്കിൽ 1 joule വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും that is a 1 volt. Clear? Simple ആണല്ലോ? Yes. So this is electric potential difference. നമ്മൾ പറഞ്ഞു the electric potential difference is also known as voltage. The electric potential difference is the work done per unit charge to move a unit charge from one point to another in an electric field. Okay, very simple ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഇലക്ട്രിക് കറണ്ട് പഠിച്ചു, ആൻഡ് നമ്മൾ അടുത്ത് എന്തൊക്കെ പഠിച്ചു? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലേ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസും പഠിച്ചു. സോ നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻസ് ഞാനൊന്ന് എഴുതി വെക്കുകയാണ്. സോ വാട്ട് ഇസ് ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ടിന്റെ ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? ഒന്ന് പറഞ്ഞേ. ഇലക്ട്രിക് കറണ്ട് I is equal to rate of flow of charges. Current is equal to rate of flow of charges. So I is equal to Q by T. Okay. Next, electric potential അഥവാ വോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? V is equal to W by Q. W by Q. Okay, clear? So this is the equation. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഇക്വേഷൻസ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത്. ആ 2 ഇക്വേഷൻസ് നമ്മൾ എടുത്തെഴുതി. ഓക്കെ, ക്ലിയർ? നമ്മൾ സൈഡിലുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ ആക്ച്വലി? ഓക്കെ, സി a coulomb, a charge of 10 microcoulomb. What is microcoulomb? The small letter m represent micro. Okay, so the charge of 10 microcoulomb is moved from infinity to a point A. ഒരു ഇൻഫിനിറ്റിയിൽ നിന്ന് പോയിന്റ് എയിലേക്ക്, വളരെ ദൂരമുള്ള ഒരു സ്ഥലത്ത് നിന്ന് എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് ആര് ട്രാവൽ ചെയ്തു? നമ്മുടെ ഒരു ചാർജ് Q എന്ന് പറയുന്ന ചാർജ് ഫ്ലോ ചെയ്തു. ഏതോ ദൂരയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് എന്റെ ചാർജ് ഫ്ലോ ചെയ്തു. ഒരു വയറിലൂടെ ചാർജ് ഫ്ലോ ചെയ്തു. Okay, the work done in this process is 20 joule. ഇവിടെ നിന്ന് ഇവിടെ വരെ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ആ വർക്ക് എന്ന് പറയുന്നത് 20 ജൂൾ ആണ്. ഓക്കെ, ആൻഡ് ചാർജ് Q എന്ന് പറയുന്നത് 10 മൈക്രോ കൂളോം ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്? എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ V എത്ര എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ? സിമ്പിൾ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യണം? നമ്മൾ 10th-ലാണ്. അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു അത് നമ്മൾ എടുത്തെഴുതാം. ഗിവൺ എന്ന് പറഞ്ഞ് എടുത്തെഴുതുക. അതിനൊരു മാർക്കുള്ളതാണ്. സോ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യനിലുണ്ടോ അത് എടുത്തെഴുതാം. ഇനി എന്താണോ നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത് നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ട് വെക്കുക. അപ്പം നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും എങ്ങനെ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന്. ഇഫ് യു നീഡ് ആ ഫിഗർ, നമുക്കൊരു ഫിഗർ കൂടെ ഉണ്ടെങ്കിൽ നന്നായിരിക്കുമെങ്കിൽ നല്ല നീറ്റായിട്ട് ഫിഗർ വരച്ച് വെക്കുക. ഇനി ജസ്റ്റ് നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക, ഫിഗർ 1 എന്നൊക്കെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ പ്രൊഫഷണലി കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യുന്നു എന്നുള്ളത് ടീച്ചേഴ്സ് നന്നായി വിലയിരുത്തും. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. Okay, so this is the
ഇത്രയും കാര്യങ്ങൾ നമ്മളോട് എന്താ ഇനി ചെയ്യേണ്ടത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ നമ്മൾ പഠിച്ച 2 ഇക്വേഷനിൽ ഏതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത്? ദിസ് വൺ അല്ലേ? that is V is equal to W by Q. It's a direct question ആണ് അല്ലേ? ഒരു സംശയവുമില്ല. V is equal to W by Q. അപ്പൊ നമ്മുടെ ഇക്വേഷൻ കിട്ടി അല്ലേ? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതിന് മുൻപായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ SI യൂണിറ്റുകളാണോ എന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ വർക്കിന്റെ SI യൂണിറ്റ് ഇസ് ജൂൾ, സംശയമില്ല. ചാർജിന്റെ SI യൂണിറ്റ് ഇസ് കൂളോം, നോട്ട് മൈക്രോ കൂളോം. മൈക്രോ കൂളോം അല്ല, എന്താണ്? കൂളോം ആണ് അല്ലെ? അപ്പൊ നമ്മൾ കൂളോമിലേക്ക് മാറ്റണം. ദാറ്റ് ഈസ് 10 മൈക്രോ കൂളോം ആണ്. ഈ മൈക്രോ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വെക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 into 10 raised to minus 3 കൂളോം. മൈക്രോ കൂളോം എന്ന് പറയുന്നത് എന്താണ്? 10 raised to minus 3. ഓക്കെ, മൈക്രോ കൂളോം എന്ന് പറഞ്ഞാൽ -3 ആണെന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ അത് നമ്മൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, SI യൂണിറ്റിലേക്ക് മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ 10 raised to minus കൂളോം ജസ്റ്റ് ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 20, what is 10 into 10 raised to minus കൂളോം. യെസ്, നമ്മൾ എന്ത് ചെയ്യുക? എത്ര കിട്ടുക? 2 into, that mean what is the voltage? Voltage എത്രയായിരിക്കും? 2 into 10 raised to, sorry, voltage ആണ് അല്ലേ? V. എത്ര വരും മക്കളെ? ഈ 2 into 10 raised, that mean voltage is equal to എത്രയായിരിക്കും വരിക? 2000 volt. ഓക്കെ, നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? 2000 വോൾട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമുക്ക് അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? 2000 വോൾട്ട് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. വെരി സിമ്പിൾ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, വെരി സിമ്പിൾ ആണ്. നമ്മൾ ഇക്വേഷൻ കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കൂടുതൽ പ്രോബ്ലംസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ക്രാക്ക് ചെയ്ത് സിമ്പിൾ ആക്കി നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ നന്നായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക, പ്രോബ്ലങ്ങൾ കുറേ ചെയ്യാം. ഓക്കെ, സോ സ്റ്റേ ട്യൂൺഡ്.